സോക്രട്ടീസ് മനസാക്ഷിയെ അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മികത എന്ന ആശയം ആദ്യമായി ഗ്രീസിൽ അവതരിപ്പിച്ചത് സോക്രട്ടീസ് ആയിരുന്നു. നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധന രീതി. സോക്രട്ടിക് മെത്തേഡ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അടങ്ങാത്ത സന്ദേഹവും അതിൽ നിന്നുയരുന്ന ചോദ്യങ്ങളുമാണ് ഈ രീതിയുടെ പ്രത്യേകത. സന്ദേഹങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ സത്യാന്വേഷണം ഫലസിദ്ധിയില്ലാത്ത സബരിയായി മാറും. കണ്ടെത്തുന്നതൊന്നും സത്യമല്ലെങ്കിൽ സത്യത്തെ എങ്ങനെ കണ്ടെത്തും? എങ്കിലും സോക്രട്ടീസിന്റെ ഉദ്ദേശശുദ്ധിയും ചോദ്യങ്ങളുടെ ഗൗരവ സ്വഭാവവും ചോദ്യം ചെയ്യപ്പെട്ടില്ല. ഉത്കർഷേച്ഛയുടെ അഭാവത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ സോക്രട്ടീസിന് കുറവായിരുന്നു. ബോധനത്തിന് അദ്ദേഹം പ്രതിഫലം വാങ്ങിയിരുന്നു എന്നും രണ്ടഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് മതപരമായ ജീവിതവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം തന്നെ കടമായി കിടക്കുന്ന ഒരു നേർച്ച വീട്ടുന്നതിനെ കുറിച്ചായിരുന്നു. ഏഥൻസിന്റെ ആത്മവിശ്വാസത്തെയും സ്വാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന അളവോളം രൂക്ഷമായിരുന്നു സോക്രട്ടീസിന്റെ പരിഹാസവും അന്വേഷണവും. സോക്രട്ടീസിനെ അപകടകാരിയായി ചിലർ കണ്ടു തുടങ്ങി. വിചിത്രമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് യുവാക്കളെ ദുഷിപ്പിക്കുന്നു എന്ന കുറ്റം ചുമത്തി 399 BC അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. മെലത്തൂസ് എന്ന യുവാവാണ് സോക്രട്ടീസിനെതിരെ കുറ്റാരോപണം ഉന്നയിച്ചത്. 2000 വർഷങ്ങൾക്ക് ശേഷം ഗലീലിയോ ചെയ്തതുപോലെ സോക്രട്ടീസിന് തൻ്റെ വിചാരധാരയെ കപടമായെങ്കിലും തള്ളിപ്പറയാമായിരുന്നു. പക്ഷേ സോക്രട്ടീസ് തൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്നു. അവ ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റവിചാരകരെ തനിക്കെതിരാക്കുകയും ചെയ്തു. ഏഥൻസിന് ദൈവം നൽകിയ വരദാനമായ തന്നെ നിഗ്രഹിച്ചുകൊണ്ട് ദൈവനിന്ദ നടത്തരുതെന്നാണ് അദ്ദേഹം ജൂറിയോട് പറഞ്ഞത്.